ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈബ് ഓൺ വീൽസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നേക്കുന്നത്. ഒരുപാട് കാലങ്ങളായി ഒരു വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി വിസിറ്റ് ചെയ്തതിന് ശേഷം പഴയതുപോലെ ഒന്ന് ആക്റ്റീവ് ആകണമെന്നൊന്നും സംഭവിക്കുന്നില്ല. കാര്യം എന്തോ ജോലിയുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സ്ട്രെസ്സൊക്കെ ആയതുകൊണ്ടാകാം വീഡിയോസൊക്കെ ഒത്തിരി ആബ്സെൻസായി. സോറി. നമ്മളല്ലാവുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ഇമ്പ്രൂവ്മെൻ്റ് അതിന് വരുത്തണം എന്നൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ആക്ച്വലി നമ്മൾ വീഡിയോ ഇന്നിട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ വാഹനം ഇവൻ എൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം 2-3 വർഷത്തോളമാവുന്നു. 50,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിരിക്കുക ഗൈസ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് അതുകൊണ്ട് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 50,200 കിലോമീറ്ററാണ്. ഇപ്പം ഞാൻ ഈ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്തു, അതുപോലെ ഫോർക്ക് ഓയിൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി. ഓയിൽ ചേഞ്ച്, ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത്, എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടി ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ യാത്രയിൽ ഏറ്റവും ഹയ്യസ്റ്റ് ഇത് പോയേക്കുന്നത് ഇപ്പം മൈസൂർ റോഡ് അല്ലെ കർണാടക റോഡ് വരെ ഈ വണ്ടി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹയ്യസ്റ്റ് എക്സ്പീരിയൻസ് അതാണ്. ഉദ്ദേശം ഞാൻ ഹൈവേയിലൊക്കെ എനിക്ക് നല്ല മൈലേജും കാര്യങ്ങളും ഒരു 220 നിന്ന് കിട്ടുന്നു. ഒരു FI വണ്ടിയിൽ നിന്ന് 48 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രൗഡ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം അതേപോലെ ബെറ്റർ കെയർ ഞാൻ വണ്ടിക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്കതെല്ലാം വന്നേക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൈക്ക് ഉപയോഗിക്കുന്നില്ല. മൈക്ക് കംപ്ലൈൻ്റ് ആണ്. അതേപോലെ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അൺഫോർച്ചുനേറ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ പരിമിതികൾ കാണാം. വണ്ടിയുടെ ഒരു ഓവർവ്യൂ ലുക്ക് നിങ്ങൾക്കറിയാമല്ലോ. മേടിച്ചതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് കൂടുതലും ഞാൻ വണ്ടി കെയർ ചെയ്യാറുള്ളത്. നമ്മുടെ വാഹനത്തിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്നത് ഒരു എക്സ്ട്രാ ലാമ്പ് മാത്രമാണ്. അതായത് ഒരു ഫോഗ് ലാമ്പ്, അതും എവിടെയെങ്കിലും അതേപോലെ ഹെയർ പിൻസോ അല്ലെങ്കിൽ ഒരു ലോങ് ട്രാവൽ, ഇപ്പോൾ നമുക്കൊരു ഹൈ റേഞ്ചൊക്കെ കയറി പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഫോഗിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലാത്ത സ്റ്റോക്ക് എൻ്റെ ബൾബെല്ലാം നോർമൽ ഹാലജൻ ബൾബ് തന്നെയാണ് ഇപ്പോഴും വണ്ടിയിലുള്ളത്. അതേപോലെ ടയർ രണ്ടും മാറി. ഇപ്പോഴും TVSൻ്റെ യൂറോ ഗ്രിപ്പിൻ്റെ ടയറാണ് ഇട്ടേക്കുന്നത്. സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. വണ്ടി ആവശ്യത്തിനുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുന്നത് കൊണ്ടാണ് വണ്ടി ഇപ്പോഴും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഒരു ബേസിക് ഹൈജീൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന പോലെ തന്നെ വാഹനത്തിന് കൊടുക്കണമെന്നൊരു നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ കഴിവതും ഞാൻ 2 ആഴ്ചയൊക്കെ കൂടുമ്പം നമ്മുടെ ഹോസ് ഇട്ട് തന്നെ വണ്ടി വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിഫറൻസ് വണ്ടിയിൽ അറിയാനുണ്ട്. വണ്ടി എപ്പോഴും നല്ല ഫ്രഷാണ്. ഒരു എന്താ പറയുന്നത്, 220 ആണെന്ന് പറഞ്ഞാലും എല്ലാവരും പുതിയ വണ്ടിയാണ്, റോഡ് പ്രസൻസ്. അത് എപ്പോഴും എന്നോട് ചോദിക്കും പുതിയ വണ്ടിയാണ് തന്നെ. സത്യം പറഞ്ഞാൽ 3ാമത്തെ വർഷമാകാൻ പോയി വണ്ടി. ഇപ്പോൾ യൂസ് ചെയ്യാൻ 2.25 വർഷം കറക്റ്റായിട്ടുണ്ട്. 3ാമത്തെ വർഷമാണ്. സ്റ്റിൽ എൻ്റെ ഫിനാൻസ് ഇപ്പോഴും റണ്ണിങ് ആണ്, കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. മെയിൻലി സീറ്റ് നല്ല കംഫർട്ടാണ്. വണ്ടിയുടെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു റൈഡിങ് പൊസിഷൻ എനിക്ക് 220-ൽ കിട്ടാൻ സാധിച്ചു. ഞാനിത് കൂടാതെ ഈ 200 സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ 1-2 വണ്ടികൾ ടെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ പൈസയ്ക്കനുസരിച്ച് എനിക്ക് കംഫോർട്ട് എപ്പോഴും ബജാജിൻ്റെ വണ്ടികൾ മനുഷ്യർ വീഴുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നതായിരിക്കും. ചിലപ്പം പൈസയ്ക്കൊത്ത ഒരു വാഹനം അല്ലെങ്കിൽ മെയിൻ്റനൻസ്, പെട്ടെന്ന് അതിൻ്റെ സ്പെയർസ് അവൈലബിൾ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ബജാജിനെ പ്രിഫർ ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നെ ഇന്നിപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ടെക്നോളജിയാണ്. TVS ആയാലും KTMൻ്റെ ബൈക്കുകൾ അങ്ങനെയൊക്കെയും അവരൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഹീറോയുടെ വണ്ടികളൊക്കെ ഇപ്പം നല്ല ഔട്ട്പുട്ട്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോറൂംസൊക്കെ ആണെങ്കിൽ തന്നെ ബജാജിൻ്റെ ഇപ്പം വളരെ അടുത്തായി. ഇപ്പം ഞാനാണ് മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നമുക്കും നിയറസ്റ്റ് റോയൽ ബജാജൊക്കെ അവൈലബിളാണ്. വളരെ നല്ലൊരു സർവീസാണ്. ഷോറൂമിൽ പോകുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെയാണ് വണ്ടിയുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവരന്വേഷിച്ചൊക്കെ അവരെ എന്താണ് ചെയ്യേണ്ടത്, അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ക്ലാരിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളുടെയും വരും. ഇനി ഈ വണ്ടിയുടെ 2 ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ എനിക്കിട്ട് കിട്ടിയ പണികൾ പറയാം. അത് ഒന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ABS ആണ്. ഈ ABSൻ്റെ കേബിൾ ലൈൻ പോയേക്കാണ്. നമ്മളുടെ കുഴപ്പം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഇതുപോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഡിസ്ക് വേരിയൻ്റ് വണ്ടികൾ നമ്മുടെ ടയർ മാറാൻ കയറുമ്പം
സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാനിത് 1-2 പേരിൽ നിന്ന് ഇങ്ങനൊരു സാഹചര്യം കേൾക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മുടെ റിയർ വീലിലോട്ട് ABS ഒരു കേബിൾ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഡുവൽ ചാനൽ ABS ഒന്നുമല്ല. അതായത് നമ്മൾ സഡൻ ഇടുന്ന സമയത്ത് വണ്ടി ബാക്കിൽ നിന്ന് സ്വിംഗ് ആം ലിഫ്റ്റ് ആകാതിരിക്കാൻ തക്കവണ്ണം എന്തോ സെൻസർ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട് ECUവിലോട്ട്. അതിന് വേണ്ടിയുള്ള ഒരു കേബിളാണ്, ABS കേബിളാണ്, അതിൻ്റെ സെൻസറാണ്. എനിക്ക് തോന്നുന്നത് മീറ്റർ ഈ കേബിളിൽ തന്നെ ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേബിൾ നമ്മൾ ഇപ്പം മാറ്റേണ്ട ഒരു ഘടകം വന്നതിൻ്റെ കാര്യം, ഈ ബാക്കിലെ ടയർ, ഈ പുതിയ ടയർ കഴിഞ്ഞ ഒരു റൂട്ട് പോയ സമയത്ത്, അല്ലെങ്കിൽ മാവേലിക്കരയ്ക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിചാരിതമായിട്ട് പഞ്ചറാകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ ടയർ അഴിച്ച് ഇതിനകത്ത് ഞാനൊരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ട്യൂബ്ലെസ് ടയറായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് നേരത്തെ ഒരു റൈഡിന് വേണ്ടി ട്യൂബുള്ള ടയറാക്കിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു മണ്ടത്തരം വന്ന് കാണിച്ചത്. പക്ഷേങ്കിൽ നമ്മളൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതുകൊണ്ട് അന്ന് എനിക്ക് ഇതിന് മുമ്പിലത്തെ ടയറിൽ വലിയൊരു പഞ്ചർ അന്ന് കിട്ടിയത്. അതുകൊണ്ട് ഇത് ട്യൂബ് ഇട്ടാലേ ആ ടയർ നമുക്ക് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്തത്. എനിവേ, ആ ടയർ മാറിയ സമയത്ത് ട്യൂബ് മാറിയില്ല. ട്യൂബ് കൂടിട്ടത് കൊണ്ട് അത് പഞ്ചറായി. ഇത് ഇളക്കിയ സമയത്ത് ഈ ഇളക്കിയ ആൾ ഈ ടയറിൻ്റെ മുകളിൽ കയറി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ABS ഈ ഒരു ഗ്രില്ല് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ബെൻഡായിപ്പോയി. ആ ബെൻഡ് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ തിരിച്ച് ടയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ സെൻസറുമായിട്ട് അത് ക്രാഷായി. അത് കൂട്ടിമുട്ടി സെൻസർ അടപടലം അത് നാശമായിപ്പോയി. അപ്പോൾ ഞാൻ കഥ പറഞ്ഞ് പൊറപ്പിക്കുന്നില്ല. അങ്ങനെ ആ സെൻസർ ഇപ്പം മാറണം. ഏകദേശം 500 ചില്ലാനം രൂപ അതിനാവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അതായത് 2022 ഇറങ്ങിയ മോഡലായിട്ട് പോലും ഈ വണ്ടിയുടെ സെൻസേഴ്സ് കാര്യങ്ങളെന്ന് പറയുന്ന സംഭവം, സെൻസേഴ്സ് എന്ന് പറയുന്ന ആക്സസറീസ് നമ്മൾ ഷോറൂമിൽ എൻക്വയറി ചെയ്താൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് TP സെൻസർ മാറ്റിയായിരുന്നു കഴിഞ്ഞിടയ്ക്ക്. അത് പിന്നെ കുഴപ്പമില്ല, അത് ഇപ്പം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഇവിടെ ഒരു ബ്രീത്തിങ് സെൻസറുണ്ട്. ഈ ബ്രീത്തിങ് സെൻസറും നമ്മുടെ ഇതിപ്പം ഡാമേജാണ്. 2600 രൂപയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ പറയാൻ വന്നതും നിങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബറേറ്റർ വണ്ടികളിൽ ഉണ്ടാകുന്ന റിപ്പയറിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പം E20 പോലത്തെ ഫ്യൂല് വന്നതിന് ശേഷം നമുക്ക് കാർബറേറ്റർ വണ്ടി അത്രയും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല ഇനിയത്തെ സമയത്ത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെൻസർ ത്രൂ ആണ് വരുന്നത്. അല്ലാത്ത പക്ഷം വണ്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിൽ പോകുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സെൻസർ വണ്ടിയാണ്, ആ രീതിയിൽ അതിനെ വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് പണി തരും. പണി തന്നാൽ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കൾ പറഞ്ഞത് ECUവിലോട്ടായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. വണ്ടിയുടെ ഏകദേശം 36% 40%-ഓളം ഒക്കെ ആകാൻ ചാൻസ് ഉണ്ടാവും മിക്കവാറും പൈസ. എനിക്കങ്ങനെ തോന്നുന്നു. കാര്യം ഇതിൻ്റെ സൈറ്റിൽ ഇതിൻ്റെ ECUവും കാര്യങ്ങളും അതിൻ്റെ വിലയൊക്കെ എടുത്ത് നോക്കുമ്പം കണ്ണഞ്ചിക്കുന്ന വിലയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വണ്ടിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻജിനിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാസ്ട്രോൾ 20W50 സിന്തറ്റിക് എൻജിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. 4500 കിലോമീറ്റർ പ്രോപ്പറായിട്ട് ഞാനത് മാറും. എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, NGK ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ വണ്ടി ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 1 ലക്ഷം കൂടെ പോയതിന് ശേഷം എൻജിൻ ഓപ്പൺ ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യാനുള്ള സർവീസ് എന്നെ സംബന്ധിച്ച് ഞാൻ ഷോറൂമിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഔട്ട് സൈഡിൽ നല്ല പണി അറിയാവുന്നവരെ കൊണ്ടാണ് ഞാൻ കൂടുതലും വണ്ടിയുടെ പണികളെല്ലാം ചെയ്യിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ 1 ലാഖിനെങ്കിലും എൻ്റെ ബാക്കിയുള്ള എൻജിൻ സൈഡിലുള്ള റിപ്പയറിങ്സ് എന്തൊക്കെ വരുന്നു അതെല്ലാം ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പൾസറിനെ പറ്റി എനിക്കിപ്പോൾ നിലവിലുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാൻ ജസ്റ്റ് എക്സോ സൗണ്ട് കൊണ്ടൊന്ന് കേൾപ്പിക്കാം.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടിയെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. 50,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ട് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വണ്ടി സ്റ്റിൽ ഗുഡ് ഇൻ കണ്ടീഷൻ. മുന്നോട്ട് എനിക്ക് ഇത് ഒരുപാട് ഹെൽപ്പാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റൈഡുകൾ, പ്രത്യേകിച്ചും ഞാൻ ജോലി ചെയ്യുന്നത്, ഞാനൊരു സെയിൽസ്മാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് അൺകൗണ്ടബിളാണ്. കാര്യം അമ്മാതിരി പെർ ഡേ 125-130 കിലോമീറ്റർ വരെ 2 സൈഡ് ഓടിയിട്ട് വന്ന സമയമുണ്ട്, ഒരു 5-6 മാസം മുമ്പ് വരെ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്. സ്റ്റിൽ ദെൻ ബൈ ബൈ. Life could make you cynical.